മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ആ വീട്ടിലുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കുമല്ലേ എന്ന് കൃഷ്ണ ബബിതയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് തന്നെയാണ്, പക്ഷേ എന്ത് ചെയ്യാനാ, അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ, അതല്ലേ അമ്മ ഇവിടെ വന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാനാ, ഇനി ഇവിടുത്തെ അമ്മായിയെ നമുക്ക് കഷ്ടപ്പെടുത്തുന്നവരെ നമുക്ക് ഇവിടെ നിൽക്കാം. എന്താ വെച്ചാലും അവിടെ ഉള്ളതെല്ലാം തിന്ന് കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. അപ്പോഴത്തേക്കും അമ്മ നമ്മുടെ കൂടെ വരും, എനിക്ക് ഉറപ്പാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് നിൽക്കുക വൈജയന്തി. അങ്ങനെ വൈജയന്തി വന്ന് അടുക്കളയിൽ ബബിതയും കൃഷ്ണയും ജോലി ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അല്ലെങ്കിൽ അടുക്കളയിൽ കയറാത്തതാണല്ലോ, ഇപ്പോൾ അലീനെ കണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ അടുക്കളയിൽ കയറുന്നത്, നിങ്ങൾക്ക് വീട്ടിൽ പോകണ്ടേ, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ പോകുന്നെങ്കിൽ അമ്മയെ കൊണ്ടേ പോവുള്ളൂ, അല്ലാതെ ഞങ്ങൾ പോകത്തില്ല എന്നും പറയുന്നുണ്ട്. അതിന് അവർക്ക് ഇഷ്ടപ്പെടില്ല ഇവിടുത്തെ അടുക്കളയിൽ കയറി നിങ്ങൾ ജോലി ചെയ്യുന്നത്. ഇത് കേട്ടതും ബബിത പറയുക, ആണോ, ഇഷ്ടപ്പെടണ്ട, അവരെങ്ങ് ഞങ്ങളെ ഓടിച്ചു വിടുന്നവരെ ഞങ്ങളിവിടെ നിൽക്കും, കൂടെ അമ്മയും, എനിക്ക് അതാ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, നിങ്ങൾ എത്ര കേട്ടാലും പഠിക്കില്ല, ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ബാലചന്ദ്രനാണെങ്കിൽ എന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന്. അത് അച്ഛനാണെങ്കിൽ ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല, ഇനി അമ്മ അതിനെക്കുറിച്ച് വിചാരിക്കുകയും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ഉറപ്പാ വരുമെന്ന്, വന്ന് അവർ മാപ്പ് പറയുകയും ചെയ്യും, അതാ എനിക്കുള്ളൊരു ഉദ്ദേശമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും ബബിത പറയുക, അമ്മയെ ഞങ്ങളെ കൂട്ടത്തിൽ എന്തായാലും വരണം, വീട്ടിൽ അമ്മ ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെയാ. അപ്പോഴത്തേക്കും വൈജയന്തി പറയുക, അതിനിപ്പോൾ എന്താ, ഞാനില്ലെങ്കിൽ ആ വീട്ടിലിപ്പോൾ അലീന ഉണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവരുമായിട്ട്. അലീന ഞങ്ങളുടെ ചേച്ചിയല്ലേ, ഞങ്ങൾ അമ്മയുടെ സ്ഥാനത്ത് അമ്മ മാത്രമല്ലേ ഞങ്ങൾക്കുള്ളൂ എന്ന് ബബിത പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു വാക്കേ ഉള്ളൂ, അലീന ആ വീട്ടിൽ നിന്ന് എന്ന് പോവോ അന്ന് മാത്രമേ വരുള്ളൂ എന്ന്, ഇനി കൂടുതലൊന്നും പറയണ്ട എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അലീനയാണെങ്കിൽ ഫോൺ ചെയ്യുന്നുണ്ട് രേവതിക്കുട്ടിക്ക് ഫോൺ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ എന്താ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ മാമച്ചൻ്റെ ഭാര്യയുടെയും ആരോഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട് രേവതിക്കുട്ടി. അങ്ങനെ എല്ലാ ടെസ്റ്റൊക്കെ നടത്തിക്കൊണ്ട് വന്നത് അവരെ കൂടുതൽ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് വിളിക്കുന്നത്, അലീന ഫോൺ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും പറയുക, ഞാൻ മാമച്ചെല്ലായിടത്തും കുറേ വഴക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്താണ് വിളിച്ചത് എന്നൊക്കെ പറയുക. അവിടെ എല്ലാ റിസൾട്ടൊക്കെ കണ്ടിട്ട് ഞാൻ അവരെ വഴക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. നീ അവരെ കൊല്ലാക്കൊല ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അലീന. അങ്ങനെ പറയുക, എന്തായാലും ഇന്ന് ടോണി വരും, വന്നിട്ട് ഞങ്ങൾ എല്ലാവരുമായിട്ട് ഇന്ന് ഷെറിനെ കാണാൻ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ടോണി എങ്ങനത്തെ വരാൻ കാരണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ബഹളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ കാര്യമൊക്കെ ടോണിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഷെറിനെ ഒന്ന് കാണണമെന്ന് തോന്നുകയും ചെയ്യുന്നുവെന്ന്, അതുകൊണ്ട് നമ്മളെ കൂടെ പോകണമെന്ന് ആഗ്രഹമാണ്, അങ്ങനെ കൂടെ പോകാൻ വേണ്ടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുക. എങ്കിൽ വയ്ക്കുമോ, ഞാനാണെങ്കിൽ ഫോൺ വെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെ മാമച്ചനും രേവതി എല്ലാവരും കൂടെ ടോണി വന്ന് ടോണിയെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്, ചായയൊക്കെ കൊടുത്ത്. എന്നിട്ട് ഒരുമിച്ച് എല്ലാവരുമായിട്ട് ഇറങ്ങുക. എന്നിട്ട് ഷെറിൻ്റെ വീട്ടിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പറയുക, നിങ്ങളാരും വരണ്ട, കാറിൽ ഇരുന്നാൽ മതി, ഞാൻ മാത്രം പോയിട്ട് വരാം. അങ്ങനെ ടോണി ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഷെറിൻ്റെ വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും ടോണി അകത്തേട്ട് കയറ്റുന്നില്ല സഹോദരൻ. അങ്ങനെയാണെങ്കിൽ പറയുക, എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞെങ്കിൽ നാട്ടുകാർ മൊത്തം അറിയിക്കണോ, അല്ലെങ്കിൽ എന്നെ ഷെറിനെ കാണിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരും പഞ്ചായത്ത് ഉപറും എല്ലാവരും ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതും പറഞ്ഞു, എങ്കിൽ പോയി കണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോയി അവർ ഷെറിനെ കാണുന്നുണ്ട്. ഷെറിൻ കണ്ട ഉടനെ തന്നെ ടോണിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. 1 വർഷത്തോളമായില്ലേ എന്നെ ഇട്ടിട്ട് പോയിട്ട്, എന്താ എന്നെ നോക്കി വരാത്തത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഇത് കേട്ടതും ടോണിക്ക് സങ്കടവും വരുന്നുണ്ട്. എന്നാൽ ടോണിക്ക് ഭയങ്കര വിഷമം, 1 വർഷമായിട്ട് ഒരുപാട് മിസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ടോണിയാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അടക്കാൻ വയ്യാത്ത കരച്ചിലുമായിട്ടാണ് നിൽക്കുന്നത് ഷെറിന്. ഇത് കണ്ടിട്ട് എല്ലാവരും സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആ കുഞ്ഞിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഷെറിൻ്റെ അച്ഛനും ബന്ധുക്കൾ എല്ലാവരുമായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടെ ടോണിയെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാലം ഇല്ലാത്ത ബന്ധമാണോ നിനക്കിപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുള്ളത്, അതുമാത്രമല്ല നീ എന്തിനാ കാണാൻ ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്കറിയാം, ആ കൊച്ചിനെ നിങ്ങൾ കൊന്നോ അതോ എവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്തോ, എനിക്കത് അറിയണം, ഷെറിൻ്റെ കൊച്ച് എവിടെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ടോണി. ഇത് കേട്ടതും
ഒന്നും മിണ്ടാതെ തന്നെ അവരെല്ലാവരും നിൽക്കുന്നുണ്ട്. അവർ പറയുക, നീ ഇത് അറിയേണ്ട കാര്യമില്ല, നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ, നീയാണെങ്കിൽ ഇവിടുന്ന് പോയതല്ലേ, പിന്നെ നീ ഷെറിൻ്റെ കൊച്ചിനെ കുറിച്ച് നീ അറിയുന്നത് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അവിടെ വിഷം മാറിയിട്ട് പോലും നിങ്ങളത് മനസ്സിലാക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്കാണെങ്കിൽ എല്ലാം മനസ്സിലായി, അതുകൊണ്ടൊരു ഉദ്ദേശത്തെ കൂടിയാണ് ഞാൻ ഇവിടെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ടോണി. ഇത് കേട്ടതും അവരൊക്കെ ഞെട്ടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞ ഉടനെ ഷെറിനാണെങ്കിൽ കഥ കൂട്ടി അകത്തിരിക്കുമെന്ന് കരയുക, ഞാൻ ഒരിടവും മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും കൊച്ചിൻ്റെ കാര്യം കേട്ടതും ഒരു ഭയങ്കര വിഷമത്തിലാവുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും. അങ്ങനെയാണെങ്കിൽ ടോണി ആ വീട്ടിൽ നിന്ന് അവരുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങി തിരിച്ചു പോവുകയാണ്. പക്ഷേ രേവതിക്കുട്ടിയാണെങ്കിൽ പറയുക, എന്തായാലും നമുക്ക് നിന്ന് ഷെറിനെ കൂടെ കൊണ്ടുപോകാം. അതിന് കൊച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും കഥ കടച്ച് പിന്നെ വിളിച്ചിട്ട് തുറന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പോയിട്ട് രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട്, അലീനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞോ, അവിടെ പോയിട്ട് ഒന്നിനും ഒരു തീരുമാനമായില്ല, ഇനി ഒരിക്കൽ കൂടെ പോകണമെന്നാണ് ടോണി പറഞ്ഞേക്കുന്നത്, അതിന് എന്നറിയില്ല എന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടി. എന്തായാലും അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട്, അത് ഇവിടെയാണെങ്കിൽ എൻ്റെ കൂടെ ഇപ്പം ബബിതയും കൃഷ്ണയും ഒരുമിച്ച് ആയി, പിന്നെ എല്ലാവർക്കും ഭയങ്കര വിഷമോ. അതുമാത്രം രോഹിത്തും ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയ പിന്നെ അമ്മയ്ക്കിപ്പോൾ എന്നെ വഴക്ക് കൂടാൻ ആരും ഇല്ല. എന്നുവെച്ചാൽ അല്ലെങ്കിൽ അവരൊക്കെ കൂട്ടി എന്നെ ഒഴിവാക്കാനായിരുന്നില്ലേ അവരുടെ ഉദ്ദേശം. എന്നാൽ ഇന്ന് ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് നോക്കി വന്നേ. പക്ഷേ ഇവിടെയാണെങ്കിൽ അവർ അമ്മയെ കൊണ്ടേ പോകുമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്, പക്ഷെ എന്നെ വിടണതുമില്ല. എന്തായാലും ഞാനും ഇനി അവരെ കൂട്ടത്തിൽ നിൽക്കാം, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും രേവതി പറയുക, അത് അല്ലെങ്കിലും ചേച്ചിയുടെ അമ്മയ്ക്ക് ഇതാണല്ലോ സ്വഭാവം, ആരെയും വഴക്ക് പറയാൻ മാത്രമല്ലേ അറിയുള്ളൂ, അല്ല നല്ല കാര്യമൊന്നും ഇതുവരെ ഒന്നും അറിയില്ലല്ലോ. എന്തായാലും അവർ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റായിട്ട് കൃഷ്ണയും ബബിതയും പോയി അമ്മയുടെ അടുത്ത് റൂമിൽ പോയി സംസാരിക്കുന്നുണ്ട്. എന്തായാലും വരണം, ഞാനാണെങ്കിൽ എത്ര പ്രാവശ്യം അമ്മയുടെ അടുത്ത് പറയുന്നതിനൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, ഞാൻ പറഞ്ഞതിന് ഒരു മാറ്റവുമില്ല, ആ നശിച്ചവൾ ആ വീട്ടിൽ നിന്ന് പോകണം, എങ്കിൽ മാത്രമേ ഞാൻ ആ വീട്ടിൽ വരുള്ളൂ. ഇത് കേട്ടുകൊണ്ട് അലീന വരുന്നുണ്ട്. അലീന പറയുക, എന്തായാലും തിരിച്ചു വരണം, ഞാൻ 4-5 ദിവസത്തിനകത്തും ഇവിടുന്ന് പോകും. ഇത് കേട്ടതും വൈജയന്തി പറയുക, കുറേ നാളുകൊണ്ട് പറയുകയാണല്ലോ നീ നാളെ പോവും ഇന്ന് പോകുമെന്ന്, ഇതുവരെയായിട്ട് നീ പോയില്ലല്ലോ, നീ പോയി കാണിക്ക്. അപ്പോഴത്തേക്കും അലീന പറയുക, ഞാൻ പോയി കഴിഞ്ഞാൽ ആരും വിഷമിക്കുകയോ കരയുകയോ ചെയ്യരുത്, പിന്നെ എന്നെ അന്വേഷിക്കുകയും ചെയ്യരുത്. അപ്പോഴത്തേക്കും പറയുക, അതിന് നിന്നെ അന്വേഷിക്കാൻ ആരാ വരുന്നേ, ഞാൻ വരില്ല എന്ന് വൈജയന്തി പറയുന്നുണ്ട്. ഇത് കേട്ട് സങ്കടത്തോടെ അലീന അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണ പറയുക, എന്തായാലും അമ്മേ ഇത്രത്തോളം വേണ്ടായിരുന്നു, എന്നെ ചേച്ചിയെ പോലെയാ, അല്ല സ്വന്തം ചേച്ചി തന്നെയാ. അപ്പോൾ വൈജയന്തി പറയുക, നിന്റെ ഏത് തരത്തിൽ നിന്റെ ചേച്ചിയാവുന്നേ, നീ ആവശ്യമില്ലാത്ത ബന്ധുക്കളൊന്നും നീ ഉണ്ടാക്കണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണയും ബബിതയും കൂടെ അകത്തേക്ക് അലീനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്തായാലും ചേച്ചി പോകേണ്ട ആവശ്യമില്ല, ചേച്ചി ഇവിടെ തന്നെ നിൽക്കണം, വീട്ടിലേക്ക് അമ്മയും കൊണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ പോകുന്ന എൻ്റെ ഒരു വിശ്വാസം എന്ന് കൃഷ്ണ പറയുന്നുണ്ട് അലീനടുത്ത്.